الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين. قال الله تعالى في قرآنه الكريم قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഈ മാസത്തിൽ മുസ്ലിം ലോകം, ഇസ്ലാമിക സമൂഹം ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിക്കാറുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി വായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്നത്തുകളെ പിൻപറ്റുവാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇനിയുള്ള ഖുതുബകളിൽ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരുപാട് ആളുകൾ പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്.
ഈ കാലഘട്ടത്തിലും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലുമൊക്കെ പ്രവചനങ്ങൾ നടത്തിയവരുണ്ട്. വലിയ ചിന്തകരും അതേപോലെ ആ അർത്ഥത്തിൽ പണ്ഡിതരുമായ ആളുകൾ നടത്തിയ പ്രവചനങ്ങൾ പരിപൂർണമായിട്ടൊന്നും പുലർന്നിട്ടില്ല. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നടത്തിയ ചില പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തു തന്നെ പുലർന്നിട്ടുമുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കാലശേഷം സ്വഹാബിമാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും പുലർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സൂറത്ത് യൂസുഫ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ്. ഈ സൂറത്ത് അവതരിക്കാനായിട്ട് പ്രത്യേകമായ പശ്ചാത്തലമുണ്ട്. അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ശത്രുക്കളുടെ എതിർപ്പുകൾ അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു സന്ദർഭത്തിലാണ് സൂറത്ത് യൂസുഫിൻ്റെ അവതരണം. പ്രത്യേകമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർ തന്നെ അഥവാ ഖുറൈശികൾ, അവരാണ് പ്രവാചകരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ലാതെ പ്രയാസപ്പെടുത്തിയത്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാരോട് പറയുന്നുണ്ട്, ഒരു കാലം വരും, അന്ന് നിങ്ങളൊക്കെ എൻ്റെ കാൽ കീഴിൽ തീർച്ചയായും വന്നെത്തും. ഏതുപോലെ യൂസഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നു, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു. പക്ഷേ കാലം ചെന്നപ്പോൾ യൂസഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് ഈ സഹോദരങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു. പരാജയപ്പെട്ട് തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഈ സഹോദരങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു. ആ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞ ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ ഞാനിവിടെ ഓതിവെച്ച ആയത്തതാണ്. യൂസുഫ് അലൈഹിസ്സലാം അവരോട് പ്രതികാരം ചെയ്യുന്നില്ല. ഖാല, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ, ഇന്നേ ദിവസം നിങ്ങളോട് പ്രതികാരമില്ല. അത്രമാത്രം നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നവനല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു എന്ന് മാത്രമല്ല, യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കുകയാണ്. ഇപ്പോ ഖുറൈശികൾ താങ്കളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. പക്ഷേ കാലം ചെല്ലുമ്പോൾ ഈ ഖുറൈശികളും ഈ ശത്രുക്കളും താങ്കളുടെ മുമ്പിൽ പരാജയപ്പെട്ട് നിൽക്കേണ്ടി വരും. ചരിത്രമൊക്കെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജയിച്ചടക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഖുറൈശികളൊക്കെ പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുന്നു. ഖുറൈശികൾ മാത്രമല്ല, അറബ് ഗോത്രക്കാരൊക്കെ പ്രവാചകന്റെ ദയാവായ്പിന് വേണ്ടി കേണപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയത് ഈ ആയത്താണ്. സൂറത്ത് യൂസുഫിലെ 92-ാമത്തെ ആയത്താണ്. അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബു, നിങ്ങളൊക്കെ പോയിക്കൊള്ളുക, അൻതുമുത്തുലഖ, നിങ്ങൾക്കിന്ന് സ്വാതന്ത്ര്യമുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ, ഇന്നേ ദിവസം നിങ്ങളോട് പ്രതികാരമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രവചനം ഖുറൈശികളോട് അദ്ദേഹം പറഞ്ഞു, ഒരു കാലം വരും, അന്ന് നിങ്ങളൊക്കെ പരാജയപ്പെടും, എൻ്റെ ദയാവായ്പിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും. ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ
പുലരുകയാണ്. പഞ്ചപുച്ഛമടക്കി എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ. പ്രവാചകനാകട്ടെ അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചകന്റെ ഒരു മുഅ്ജിസത്താണ് ഈ സംഭവം. അദ്ദേഹം പ്രവചിച്ചു. ആ പ്രവചനം അദ്ദേഹം ജീവിച്ചിരിക്കാതെ അക്ഷരാർത്ഥത്തിൽ അവിടെ പുലരുന്നു. ഇതേപോലെ മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. ഒരുപക്ഷേ നിങ്ങളൊക്കെ കേട്ട് കാണും. ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. ഉസ്മാൻ ഇബ്നു ത്വൽഹ അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കൈവശമാണ് കഅബയുടെ താക്കോൽ ഉള്ളത്. കഅബാലയത്തിൽ ആർക്കെങ്കിലും പ്രവേശിക്കണമെങ്കിൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ് കഅബയുടെ വാതിൽ തുറന്നു കൊടുക്കുക. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആഗ്രഹം, ആ കഅബയുടെ അകത്തൊന്ന് പ്രവേശിക്കണം. റസൂലാകട്ടെ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുത ശക്തമാണ്. അദ്ദേഹത്തിനെതിരെ ഖുറൈശികൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, വളരെ മോശമായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലിനാകട്ടെ അതിൻ്റെ അകത്തൊന്ന് കയറാൻ വല്ലാത്ത ആഗ്രഹം. ഞാനും ഒരു ഖുറൈശിയാണല്ലോ, ഈ മക്കയിൽ ജനിച്ചു വളർന്നവൻ. അതിൻ്റെ അകത്ത് ഒന്ന് കയറണം. അള്ളാഹുവിൻ്റെ വീടാണ്, അതിൻ്റെ അകത്തൊന്ന് കയറണം. ഉസ്മാൻ ഇബ്നു ത്വൽഹ വന്നപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഉസ്മാനെ, ആ താക്കോൽ എനിക്കൊന്ന് തരൂ, ഞാൻ അതിൻ്റെ അകത്തൊന്ന് പ്രവേശിക്കട്ടെ, അകത്തൊന്ന് കയറട്ടെ, ഇത് അള്ളാഹുവിൻ്റെ വീടല്ലേ. ഉസ്മാൻ ഇബ്നു ത്വൽഹ പരിഹാസത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ വീടാണ്, ശരി, നീ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് നീ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വീട് അള്ളാഹു നിനക്ക് വേണ്ടി തനിയെ തുറന്നു തരട്ടെ, ഈ താക്കോൽ ഞാൻ തരികയില്ല. ഇത് അള്ളാഹുവിൻ്റെ വീടാണെങ്കിൽ, നീ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെങ്കിൽ തനിയെ തുറക്കൂ, ഈ താക്കോലുകൾ ഞാൻ തരികയില്ല. ഇത് ഖുറൈശികളായ ഇവിടത്തെ പൗര പ്രമാണിമാർക്ക് മാത്രം കയറാനുള്ള, അവർ വരുമ്പോൾ മാത്രം തുറക്കാനുള്ള താക്കോലാണ്, നിനക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശനമില്ല. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രവചനമുണ്ട്. ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു, ഉസ്മാനെ, ഒരു കാലം വരും, അന്ന് ഈ താക്കോൽ എൻ്റെ കൈവശമായിരിക്കും. അന്ന് ഞാൻ തീരുമാനിക്കും ഈ താക്കോൽ ആരെ ഏൽപ്പിക്കണമെന്ന്. ഇതാണ് റസൂല് പറഞ്ഞത്. ഒരു കാലം വരും, അന്ന് ഈ താക്കോൽ എൻ്റെ കൈവശമായിരിക്കും, അന്ന് ഞാൻ തീരുമാനിക്കും ഈ താക്കോൽ ആരെ ഏൽപ്പിക്കണമെന്ന്. ഇത് കേട്ട് ഉസ്മാൻ അമ്പരന്ന് പോയി. പക്ഷേ ഒന്നും പ്രതികരിക്കാതെ അദ്ദേഹം തിരിച്ചുപോയി. കാലം കുറെ ചെന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മക്ക ജയിച്ചടക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകരും സഹാബിമാരൊക്കെ കഅബ ഷരീഫിന്റെ ചുറ്റും നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, അയിന ഉസ്മാൻ ഇബ്നു ത്വൽഹ, എവിടെയാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ? ആ സന്ദർഭത്തിലും ഉസ്മാൻ ഇബ്നു ത്വൽഹ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹ അവിടെ ഹാജരായി. കാരണം അന്ന് കൽപ്പനാധികാരം പ്രവാചകർക്ക് മാത്രമാണ്, മറ്റാർക്കും അവിടെ അധികാരമില്ല. മക്കയുടെ അധിപനായിട്ടാണ്, കഅബയുടെ അധിപനായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നത്. ഐന ഉസ്മാൻ ഇബ്നു ത്വൽഹ, ഉസ്മാൻ ഇബ്നു ത്വൽഹ കഅബ ഷരീഫിന്റെ താക്കോൽ മനസ്സില്ലാ മനസ്സോടെ പ്രവാചകരെ ഏൽപ്പിക്കുന്നു. റസൂല് പുഞ്ചിരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് റസൂല് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ താക്കോൽ എൻ്റെ കൈവശം വരും, അന്ന് ഞാൻ തീരുമാനിക്കും ഈ താക്കോൽ ആരെ ഏൽപ്പിക്കണമെന്ന്. കഅബ ഷരീഫ് പ്രവാചകൻ തുറന്നു, അതിൻ്റെ അകത്ത് കയറി. എല്ലാം കഴിഞ്ഞപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് നിസായിലെ 58-ാമത്തെ ആയത്തുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഡ്യൂട്ടി ചെയ്തവർക്ക്, അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നർത്ഥം വരുന്ന ഈ ആയത്ത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ താക്കോൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ തന്നെ ഏൽപ്പിക്കുകയാണ്.
അപ്പോഴും ഉസ്മാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് പറഞ്ഞു, ഇന്നു മുതൽ ഈ താക്കോൽ നിങ്ങളുടെ കൈകളിലായിരിക്കും ലോകാവസാനം വരെ. ഏതെങ്കിലും ഒരു അക്രമി വന്നിട്ട് അത് തട്ടിയെടുത്താലല്ലാതെ ഇന്നു മുതൽ ലോകാവസാനം വരെ ഈ കഅബ ഷരീഫ് നിലനിൽക്കുന്ന കാലത്തോളം ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കുടുംബം, ആ കുടുംബമായിരിക്കും ഈ താക്കോൽ സംരക്ഷിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വച്ച് നടത്തുന്ന മറ്റൊരു പ്രവചനമുണ്ട്. ഉസ്മാൻ ഇബ്നു ത്വൽഹ ബനൂ ഷൈബ ഗോത്രക്കാരൻ. നിങ്ങൾ മക്കയുടെ സമീപത്തുകൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ആ മക്കയിൽ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പേര് ബനൂ ഷൈബ എന്നാണ്. ബനൂ ഷൈബ, അതേ ഗോത്രം, ബനൂ ഷൈബ ഗോത്രക്കാർ താമസിക്കുന്ന പ്രദേശം. ആ പ്രദേശത്ത് ഈ പറയപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കുടുംബക്കാർ, അവരിന്നും അറിയപ്പെടുന്നത് ഷൈബ ഗോത്രം എന്ന് തന്നെയാണ്. ആ ഗോത്രക്കാരിൽ ഇപ്പോൾ ഈ താക്കോൽ സൂക്ഷിക്കുന്നത് അബ്ദുൽ വഹാബ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബി എന്ന് പറയുന്ന പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോഴും ആ താക്കോൽ പ്രവാചകന്റെ ആ പ്രവചനമാണ്. ആ താക്കോൽ അദ്ദേഹത്തിന്റെ കൈവശമാണ്. പിന്നീട് ഉസ്മാൻ ഇബ്നു ത്വൽഹ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. കാരണം റസൂൽ പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ പുലർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഇത് പ്രവാചകൻ തന്നെ, ഇത് വെറും ഒരു മനുഷ്യനല്ല, ഇദ്ദേഹം പ്രവാചകനാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി സംഭവിക്കുന്നു. ഇദ്ദേഹം അള്ളാഹുവിന്റെ ദൂതൻ തന്നെ എന്ന് ബോധ്യപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ അടുത്ത നിമിഷം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം നേർക്ക് നേരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ മക്ക സന്ദർശിക്കുക. അബൂ ഷൈബ എന്ന് പറയുന്ന കഅബയുടെ ചാരത്തുള്ള ഒരു ഈ ഗോത്രക്കാര് താമസിക്കുന്ന പ്രദേശം സന്ദർശിക്കുക. ആ താക്കോലുകൾ നിങ്ങൾക്ക് ഇപ്പോഴും കാണുവാനും അനുഭവിക്കാനും സാധിക്കുന്നതാണ്. ഇതേപോലെ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. റസൂലേ, ഹീറ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഹീറ എന്ന് പറയുന്നത് ഇറാഖിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അദീ ഇബ്നു ഹാത്തിം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, റസൂലേ, ഹീറയിൽ വല്ലാത്ത കുഴപ്പങ്ങളാണ്. ഹീറയിൽ കൊള്ളക്കാരും കവർച്ചക്കാരുമാണ്, അക്രമികളാണ്. അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. റസൂലെ, അവിടെ നിന്ന് ആർക്കും മക്കയിലേക്കോ കഅബയിലേക്കോ വരാൻ കഴിയുന്നില്ല. ആ പ്രദേശം മുഴുവൻ കൊള്ളക്കാരും അക്രമികളുമാണ്. അതുകൊണ്ട് ആ പ്രദേശത്തുകൂടെ സഞ്ചരിക്കാനേ സാധിക്കുന്നില്ല. എന്താണ് പോം വഴി റസൂലെ? കൊള്ളക്കാരും അക്രമികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പരാതിയുമായിട്ട് വന്ന അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അന്ന് ഇറാഖ് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നിട്ടില്ല. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണത്തോടെ പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. ഹീറയിൽ നിന്ന് അദിയെ, ഹീറയിൽ നിന്ന് ഒരു പെൺകുട്ടി അഥവാ യുവതിയായ ഒരു പെൺകുട്ടി ഒട്ടകപ്പുറത്ത് കയറി ആരെയും ഭയപ്പെടാതെ കഅബ ഷരീഫ് സന്ദർശിച്ച് തവാഫ് ചെയ്ത് മടങ്ങുന്ന ചിത്രം നിനക്ക് ദീർഘായുസുണ്ടെങ്കിൽ കാണുവാൻ സാധിക്കും. ഇത് റസൂൽ പറയുന്നത് അദീ ഇബ്നു ഹാത്തിം അദ്ദേഹത്തോടാണ്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കണ്ടു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നീട് ഖലീഫയായിട്ട് വന്ന ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ ഇറാഖ് ഉൾപ്പെടെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. അവിടെ നീതി സ്ഥാപിക്കപ്പെടുന്നു. അവിടുത്തെ അക്രമികൾ തുടച്ചു മാറ്റപ്പെടുന്നു. സമാധാനം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. ആ സന്ദർഭത്തിൽ അദീ ഇബ്നു ഹാത്തിം പറയുന്നു, ഒട്ടകത്തിന്റെ പുറത്ത് കയറി പെൺകുട്ടികൾ, ഇങ്ങനെ പ്രായപൂർത്തിയായ യുവതികളായ പെൺകുട്ടികൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് കഅബ ഷരീഫ് സന്ദർശിക്കുന്നു, തവാഫ് ചെയ്യുന്നു, മടങ്ങുന്നു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വരച്ചു കാണിക്കുന്നത്. സുരക്ഷിതത്വം, സമാധാനം, ഒരു പെണ്ണിന് ഇറങ്ങി നടക്കാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം അത് സൃഷ്ടിക്കപ്പെടും എന്ന പ്രവാചകന്റെ പ്രവചനം അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു.
അത് ഞാൻ കണ്ടു എന്ന് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി മറ്റൊരു സംഭവം കൂടി പറയാം. വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് സൂറത്തുർ റൂം. ഇത് വായിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഈ ആയത്തുകൾ, ഈ അധ്യായം അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ രണ്ട് സാമ്രാജ്യങ്ങൾ, ഒന്ന് റോമാ സാമ്രാജ്യം, മറ്റൊന്ന് പേർഷ്യ സാമ്രാജ്യം. റോമാ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവരുടെ ഒരു ആധിപത്യമാണ്. സീസർ, റോമാ സാമ്രാജ്യത്തിന്റെ അധിപനാണ് സീസർ. പേർഷ്യ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അഗ്നി ആരാധകരാണ്, മജൂസികളാണ്. അതിന്റെ അധിപനാണ് പർവേസ് ഖുസ്രു. എപ്പോഴും റോമാ സാമ്രാജ്യമാണ് ജയിക്കാറ്, റോമിനാണ് ആധിപത്യം. പക്ഷേ ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യം റോമിനെ അതിജയിക്കുന്നു. റോമാ സാമ്രാജ്യം മെല്ലെ മെല്ലെ പരാജയപ്പെടുന്നു. ഇത് കണ്ടപ്പോൾ മക്കയിലെ ബഹുദൈവ ആരാധകർ പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നു, സ്വഹാബിമാരുടെ അടുക്കലേക്ക് വരുന്നു. അവർ പറയുന്നു, കണ്ടോ, ഞങ്ങളുടെ ആധിപത്യം ജയിച്ചു വരികയാണ്. കാരണം മജൂസികളുമായിട്ട്, അഗ്നി ആരാധകരുമായിട്ട് മക്കയിലെ ബഹുദൈവ ആരാധകർക്ക് ബന്ധമുണ്ട്. മജൂസികൾ ജയിച്ചു വരുന്നു. കണ്ടില്ലേ, ഞങ്ങളുടെ ആധിപത്യം ലോകത്ത് ശക്തിപ്പെടുന്നു. നിങ്ങളുടെ വിശ്വാസക്കാരായ ഈ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഒരുപോലെയാണ് ബഹുദൈവ ആരാധകർ കണ്ടിരുന്നത്. മതപരമായിട്ട് വ്യത്യാസമുണ്ടെങ്കിലും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഈ ബഹുദൈവത്വത്തെ എതിർക്കുന്ന വിഭാഗമായിട്ടാണ് ബഹുദൈവ ആരാധകർ കണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആധിപത്യം തകരുന്നു, റോമാ സാമ്രാജ്യം തകരുന്നു, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്ന രൂപത്തിൽ ബഹുദൈവ ആരാധകർ വന്നിട്ട് സ്വഹാബിമാരോട് ഇങ്ങനെ പറയുന്നുണ്ട്. റോമാകട്ടെ തകർന്നുകൊണ്ടേയിരിക്കുന്നു, സീസറാകട്ടെ നാടുവിടുകയാണ് അവസാനം രക്ഷയില്ലാതെ. അഗ്നിദേവനെ ആരാധിക്കാൻ പർവേസ് ഖുസ്രു മുന്നോട്ട് വെച്ച ആശയമാണ്. ഇനി പേർഷ്യൻ സാമ്രാജ്യമാണ്, അതുകൊണ്ട് റോമാക്കാരൊക്കെ പരാജയപ്പെട്ടു, ഇനി റോമിൽ അഗ്നി ആരാധകരാണ് ഉണ്ടാവുക. പർവേസ് ഖുസ്രുവിന്റെ പ്രഖ്യാപനമാണ്. സീസർ പരാജയപ്പെടും. ഇന്നത്തെ ടുണീഷ്യയിലേക്കാണ് സീസർ നാടുവിട്ടത്. മുസ്ലിങ്ങളാകെ പ്രയാസപ്പെട്ട് നിൽക്കെ, കാരണം തങ്ങളുടെ മതവിശ്വാസ പ്രകാരം മുസ്ലിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ റോമിന്റെ ആധിപത്യമാണ് നല്ലത്, പേർഷ്യയുടെ ആധിപത്യമല്ല. റോം ജയിക്കലാണ് മുസ്ലിങ്ങൾക്ക് ആശ്വാസം. മുസ്ലിങ്ങളൊക്കെ ആഗ്രഹിച്ചത് റോമിന്റെ വിജയമാണ്. പക്ഷേ പേർഷ്യൻ സാമ്രാജ്യം ഇനിയൊരു തോൽവിയില്ലാത്ത വിധം റോമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, സീസർ ടുണീഷ്യയിലേക്ക് നാടുവിട്ടിരിക്കുന്നു. റോമിനെ പൂർണ്ണമായിട്ടും പേർഷ്യ വിഴുങ്ങിയിരിക്കുന്നു. സങ്കടത്തിലായ മുസ്ലിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിലാണ് ഈ അധ്യായത്തിന്റെ അവതരണം. സൂറത്ത് റോം, പേര് തന്നെ റോം, ആ സാമ്രാജ്യത്തിന്റെ പേര് കൊടുത്തു സൂറത്ത് റോം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഗുലിബത്തുർ റൂം, റോം ഇപ്പൊ പരാജയപ്പെട്ടിരിക്കുന്നു, ശരിയാണ്. റോം പരാജയപ്പെട്ടിരിക്കുന്നു, ശരിയാണ്. ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലബൂൻ. ഏതാനും വർഷങ്ങൾക്ക് ശേഷം റോം ജയിക്കും, പേർഷ്യ പരാജയപ്പെടും. ഫീ ബിദ്ഇ സിനീൻ, ബിദ്ഇ സിനീൻ എന്നത് അറബി ഭാഷയിൽ ഒരു കണക്കാണ്. 10ൽ താഴെയുള്ള സംഖ്യയ്ക്കാണ് ബിദ്ഇ സിനീൻ എന്ന് പറയുക. ഏതാണ്ട് 10 വർഷത്തിന്റെ ഉള്ളിൽ, 10 വർഷത്തിന്റെ ഉള്ളിൽ റോം ജയിക്കും, പേർഷ്യ പരാജയപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അത് മുസ്ലിങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടാണ്. പക്ഷേ ഈ സൂറത്ത് ഇറങ്ങി, സൂറത്ത് പ്രവാചകൻ ഓതാൻ തുടങ്ങി. സൂറത്ത് പ്രവാചകൻ ഓതി സഹാബിമാരെ പഠിപ്പിക്കുന്നു. സഹാബിമാർ ഈ സൂറത്ത് ഇങ്ങനെ പ്രബോധനം ചെയ്തപ്പോൾ ബഹുദൈവ ആരാധകര് റസൂലിനെയും ഖുർആനിനെയും സഹാബിമാരെയും കളിയാക്കി. ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കടുത്ത ശത്രുവുണ്ട്. അദ്ദേഹത്തെ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകൻ തന്നെയാണ് വധിച്ചത്. ഉമയ്യ് ഇബ്നു ഖലഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് ഒരു
എന്താ പറയാ, ഇങ്ങനെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് ഒരു വാതുവെപ്പ് നടത്തുന്നുണ്ട്. ഉമയ്യത്ത് ഇബ്നു ഖലഫ് പറഞ്ഞു, ഒരിക്കലും ഇനി റോം ജയിക്കില്ല, അത്രമാത്രം പേർഷ്യ പരാജയപ്പെട്ടിരിക്കുന്നു. 10 ഒട്ടകം, ഇതാണ് വാതുവെപ്പ്. ഈ പറയുന്ന 3 വർഷത്തിന്റെ ഉള്ളിൽ റോമെങ്ങാനും ജയിച്ചാൽ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 10 ഒട്ടകം നൽകാം, തിരിച്ചാണെങ്കിൽ എനിക്ക് 10 ഒട്ടകം നൽകണം. അബൂബക്കർ സമ്മതിച്ചു. പ്രവാചകന്റെ അടുക്കലെത്തി. പ്രവാചകൻ വിവരമറിഞ്ഞു. റസൂല് പറഞ്ഞു, അബൂബക്കറെ 3 വർഷം എന്ന് പറയണ്ട, കാരണം ബിദ്ഉ സിനീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ബിദ്ഉ സിനീൻ എന്ന് പറഞ്ഞാൽ 10ൽ താഴെയുള്ള സംഖ്യയ്ക്കാണ്. അതുകൊണ്ട് 10 വർഷത്തിന്റെ ഉള്ളിൽ എന്നാക്കിയിട്ട് ഈ വാതുവെപ്പൊന്ന് തിരുത്തണം. രണ്ടാമതായിട്ട് 10 ഒട്ടകം എന്നത് 100 ഒട്ടകമാക്കി വർദ്ധിപ്പിക്കണം. 10 ഒട്ടകം എന്നത് 100 ഒട്ടകമാക്കി വർദ്ധിപ്പിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ അടുത്തേക്ക് ചെന്നു, കാര്യം പറഞ്ഞു. 10 വർഷത്തിന്റെ ഉള്ളിൽ 10 ഒട്ടകം മാറ്റിയിട്ട് 100 ഒട്ടകമാക്കി. അപ്പൊ എന്തൊരു ആത്മവിശ്വാസമാണ് സഹാബിമാർക്ക്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂൽ ഒരു കാര്യം പറയും, ഈ സംഗതി അവതരിക്കുമ്പോഴോ ഈ ആയത്ത് ഇറങ്ങുമ്പോഴോ റോം ജയിക്കുമെന്നതിന് ഭൗതികമായിട്ട് ഒരു തെളിവും ഹാജരാക്കാൻ പറ്റില്ല. റോം അമ്പേ പരാജയപ്പെട്ടു. തിരിച്ചു വരാൻ കഴിയാത്ത വിധം റോം തകർന്നു. സീസർ നാടുവിട്ടു. ഇനി പർവേസ് ഖുസ്രുവിന്റെ കാലഘട്ടം, പേർഷ്യൻ സാമ്രാജ്യം, മജൂസിയൻ കാലഘട്ടം, ഇനി മജൂസിയൻ ആധിപത്യം, ഇനി അഗ്നി ആരാധകരുടെ ആധിപത്യം, അത് ലോകത്തെ കീഴടക്കി നിൽക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോം ജയിച്ചിരിക്കും. റോം ഇപ്പൊ പരാജയപ്പെട്ടു, പക്ഷേ അത് ജയിച്ചിരിക്കും. ഇത് കേട്ടപാടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മവിശ്വാസമാണ്. ഇസ്ലാമിൽ വെറ്റുവെക്കാമോ പാടില്ലയോ അത് മറ്റൊരു ചർച്ചയാണ്. ഈ ആയത്തിറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിധിയൊന്നും വന്നിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞു. റോമിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു. 10 വർഷത്തിന്റെ ഉള്ളിൽ അള്ളാഹ് പറഞ്ഞ പോലെ തന്നെ സീസർ ജയിക്കുന്നു. പേർഷ്യ പരാജയപ്പെടുന്നു. പർവേസ് ഖുസ്രു പരാജയപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതൻ തന്നെ എന്നവരെ ബോധ്യപ്പെടുത്തി. ഈ പറയുന്നത് ഒരു പണ്ഡിതനല്ല, ഈ പറയുന്നത് ഒരു ചരിത്ര ഗവേഷകനല്ല, ഈ പറയുന്നത് അല്ലാഹുവിന്റെ ദൂതനാണ്. അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞാൽ അത് സത്യമായി പുലരും. സഹാബിമാർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തന്നെ. അപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കാതെ പുലർന്നു, അദ്ദേഹത്തിന്റെ കാലശേഷം പുലർന്നു. അങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബിമാരോട് ഇങ്ങനെ പറയുകയാണ്. അബി ഉമാമ റളിയല്ലാഹു അൻഹു, അബി ഉമാമ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രവാചക വചനമാണ്. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖ്, എന്റെ സമുദായത്തിൽ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടായിരിക്കും. സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന, കടുകിട വ്യതിചലിക്കാത്ത ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ എന്നും ഉണ്ടായിരിക്കും. ലാഹിരീന ലി അദുവിഹിം ഖാഹിരീൻ, അവരാകട്ടെ ശത്രുക്കളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും, മാനസികമായിട്ടും അല്ലാതെ. അവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവരാകട്ടെ ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ലാ യദുറുഹും മൻ ഖാലഫഹും ഇല്ലാ മാ അസാബഹും മിനൽ അവ്വാ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ചെവിക്കൊള്ളില്ല. അവരെ കുറിച്ച് മറ്റുള്ളവരിങ്ങനെ പറയും, അവരെ നിരൂപണം ചെയ്യും, അതൊന്നും അവർ ചെവിക്കൊള്ളില്ല. അവരാകട്ടെ സത്യമാർഗത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതും, പോരാടും, സമരം ചെയ്യും. അങ്ങനെയുള്ള സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ എന്നും ഉണ്ടായിരിക്കും. ഹത്താ യഅ്തീഹിം അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, ലോകാവസാനം വരെ അവരങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പോ സഹാബിമാര് ചോദിച്ചു, വഅൈനഹും, റസൂലെ അവരെവിടെയായിരിക്കും? അവരെവിടെയായിരിക്കും? ഖാല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ്, അവര് ബൈത്തുൽ മഖ്ദിസിന്റെ ചാരയായിരിക്കും.
ബൈത്തുൽ മഖ്ദിസ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അതിന്റെ ചോട്ടിലായിരിക്കും. ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുപാടും അവരുണ്ടായിരിക്കും. അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. മാനസികമായി തോൽപ്പിക്കാൻ സാധ്യമല്ല, ശാരീരികമായി തോൽപ്പിക്കാൻ സാധ്യമല്ല. ബൈത്തുൽ മഖ്ദിസിനെ സംരക്ഷിച്ചുകൊണ്ട് അവരവിടെ തന്നെ നിൽക്കും. ഈ ഹദീസ് പരിശോധിക്കുകയാണെങ്കിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ബുഖാരി മുസ്ലിമിലൊക്കെ അനുബന്ധമായ സമാനതകളുള്ള ഇതേ ആശയം വരുന്ന ഹദീസുകളുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സ്വഹീഹ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പറയപ്പെട്ട ഇമാമീങ്ങളൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു കാര്യം, അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകളെ കുറിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഫലസ്തീന്റെ അവസ്ഥ, ഗസയുടെ, പ്രത്യേകിച്ച് ഖുദ്സിന്റെ ആ പരിസരം. ഖത്തർ അവരെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടേക്ക് വരൂ, നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. ഗൾഫ് രാജ്യങ്ങളൊക്കെ അവരെ വിളിക്കുന്നു, നിങ്ങൾ ഇവിടേക്ക് വരൂ, നമുക്ക് സുഖമായി ജീവിക്കാം. പക്ഷെ ഫലസ്തീനികൾ പോയിട്ടില്ല. പോയവരുണ്ട്, പക്ഷേ ഖുദ്സിലേക്ക് ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലെ ആദ്യത്തെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസ്, ഇപ്പോഴും അവിടെ ജുമുഅ നടക്കുന്നു, ഇപ്പോഴും അവിടെ ബാങ്ക് വിളിക്കുന്നു, ഇപ്പോഴും അവിടെ വഖ്തുകളിൽ നമസ്കാരം നടക്കുന്നു. ഇസ്രായേലിന്റെ ഭരണപ്രദേശമാണെങ്കിലും ഇബാദത്തുകൾ മുടങ്ങിയിട്ടില്ല. എന്താണ് കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യമാർഗത്തിൽ ഉറച്ചു നിന്ന് പോരാടുന്ന ഒരു വിഭാഗം അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കും. അവരെ മാനസികമായിട്ടോ അല്ലാതെയോ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കൂ, ഈ യുദ്ധത്തിൽ ആരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്? കുറെ പിഞ്ചു കുട്ടികളെ കൊല്ലുന്നുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ ആരാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ തന്നെയാണ്. അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ എന്തൊക്കെ പറഞ്ഞിരുന്നോ ആ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും പൂർത്തീകരിക്കാൻ കഴിയാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ, ആയുധമില്ലാത്തവരെ, നിരാലംബരായ നിസ്സഹായരായ ഒരു വിഭാഗത്തെ കൊല്ലുക എന്നതിൻ്റെ പേര് യുദ്ധമെന്നല്ല. മറിച്ച് അപ്പുറത്തുള്ള സംഘമോ മാനസികമായിട്ട് അവർക്കാണ് പിന്തുണ, ലോകരാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കണം. ഞാൻ എന്തിന് ഈ സംഗതി ഇവിടെ പറഞ്ഞു? ഈ പ്രവചനങ്ങൾ, ഈ ചരിത്രം ഞാനിവിടെ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന അന്ത്യപ്രവാചകൻ, നമ്മുടെ ഷഹാദത്ത് കലിമ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്, അങ്ങനെയും വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കാതെ ആർക്കും മുസ്ലിം ആകാൻ സാധ്യമല്ല. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഈ ആദർശവാക്യത്തെ അംഗീകരിച്ച് മനസ്സിലാക്കി, മനസ്സിൻ്റെ അകത്ത് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയണം. നമുക്ക് അള്ളാഹുവിനെ അറിയാം, പക്ഷേ നമ്മൾ പ്രവാചകരെ പഠിച്ചിട്ടില്ല. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ല പോലെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം കേവലം ഒരു മനുഷ്യൻ അല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി പുലർന്നു. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പുലർന്ന ഉദാഹരണങ്ങൾ പറയാൻ ഇത്രയും സമയം പോരാ, ഒരുപാട് സമയമെടുത്ത് പറയേണ്ട ഒരു ചരിത്രമാണ്. അദ്ദേഹം എന്തു പറഞ്ഞോ അത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന് ശേഷം ഒക്കെ പുലർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉറയ്ക്കണം, ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകൻ സത്യമാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമാണ്. അദ്ദേഹം പറഞ്ഞു നാളെ ഒരു പരലോകമുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളൊക്കെയും ഹാജരാക്കപ്പെടും, അതും സത്യമാണ്. അദ്ദേഹം പറഞ്ഞു നരകമുണ്ട്, സ്വർഗമുണ്ട്, അതും സത്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി പുലർന്നെങ്കിൽ അതും സത്യമായി പുലരും. അത് പുലരാൻ പോകുന്ന പ്രവചനങ്ങളാണ്.
നമ്മുടെ മരണശേഷം നമ്മൾ കാണുവാൻ പോകുന്ന പ്രവചനങ്ങളാണ്. അതുകൊണ്ട് അതും യാഥാർത്ഥ്യമാണെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ മനസ്സിലാക്കണം. പുലർന്ന കുറച്ച് പ്രവചനങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇനി പുലരാനുള്ള, ലോകാവസാനത്തിന് മുമ്പ് പുലരാനുള്ള, ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം പുലർന്നേക്കാൻ സാധ്യതയുള്ള പ്രവചനങ്ങളും ഉണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ഖുതുബയിൽ അതിനെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു കാന ഗഫൂറുർ റഹീം.